ഈ രാഹുൽ മാങ്കൂട്ടമല്ല ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഈ രാഹുൽ ഈശ്വരാണ്. ഈ പൊതുസമൂഹത്തിൽ രാഹുൽ ഈശ്വറിന്റെ വില എന്തായിരുന്നു എന്ന് പരസ്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുകയല്ലേ? രാഹുൽ മാങ്കൂട്ടം എന്ന ഒരു കൊടും ക്രിമിനലിനെ ജയിലറയ്ക്കകത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തെളിവുകളും ഇന്നലെ രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പിൽ നിന്ന് കേരള പോലീസിന് കിട്ടിക്കഴിഞ്ഞു. അറിവുണ്ടായിരുന്നിട്ടും ഈ ഒരു കൊടും ക്രിമിനലിനെ സംരക്ഷിച്ചതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ എം പിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? രാഹുൽ മാങ്കൂട്ടം ഉറപ്പായിട്ടും റിമാൻഡിൽ പോയിരിക്കും. കോൺഗ്രസ് പാർട്ടിക്ക് ഭാവിയിൽ നേരിടേണ്ടി വരുന്നത് വലിയ വലിയ വെല്ലുവിളികളായിരിക്കും. കോൺഗ്രസ് നേതാക്കന്മാർ വിചാരിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി എന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ അതോടുകൂടി ഈ ചർച്ചയുടെ അവസാനിക്കും. നമസ്കാരം. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കൂടുതൽ കുരുക്ക് മുറുകയാണെന്ന് തോന്നണേ, എന്ത് പറയുന്നു? ഈ രാഹുൽ മാങ്കൂട്ടമല്ല ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഈ രാഹുൽ ഈശ്വരാണ്. ഈ രാഹുൽ മാങ്കൂട്ടം ഒരു കുറ്റവാളിയാണ് എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇനി എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇനിയും ഏതാനും ചില രാഹുൽ ഫാൻസ്, അതായത് രാഹുൽ വീണ്ടും തിരിച്ചു വരുമെന്നും തങ്ങളെ രക്ഷിക്കുമെന്നും ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ രാഹുലിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റുകൾ കൈപ്പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ രാഹുൽ ചെയ്തിട്ടുള്ള കുറ്റത്തിൽ ഏതെങ്കിലും തരത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ള പങ്കാളിയായിട്ടുള്ള ആളുകൾ മാത്രമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പം ഉള്ളത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ ഓരോ ദിവസവും വാർത്തകൾ ചെയ്തുകൊണ്ടിരുന്നു. ഈ വാർത്തകൾ ചെയ്യുന്ന സമയത്തൊക്കെ രാഹുൽ ഈശ്വറിന് വളരെ വലിയ പിന്തുണയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതായത് എവിടെ? ഫേസ്ബുക്കിനടിയിലും യൂട്യൂബിനടിയിലും. പക്ഷെ ഇത് രാഹുൽ ഈശ്വർ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം രാഹുൽ ഈശ്വറിനെ കാണാൻ പോലീസ് സ്റ്റേഷനിൽ പോലും ഒരു രാഹുൽ മാങ്കൂട്ടം ഫാനും എത്തിയിട്ടില്ല എന്നുള്ളത് രാഹുൽ ഈശ്വറിനെ പോലും അതിശയിപ്പിച്ച് കളഞ്ഞേക്കാണ്. കാരണം ഒരു പോക്കറ്റടിക്കാരനെ പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ പോലും അവിടെ അയാളെ കാണാൻ വേണ്ടി അയാളുടെ കൂട്ടുകാരെത്തും. പക്ഷെ ഇത് രാഹുൽ ഈശ്വറിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷം രാഹുൽ ഈശ്വറിനെ കാണാൻ വേണ്ടിയിട്ട് രാഹുൽ ഈശ്വറിന്റെ ഭാര്യയും മകനും അഡ്വക്കറ്റും അല്ലാതെ വേറെ ഒരു ആളും എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ പൊതുസമൂഹത്തിൽ രാഹുൽ ഈശ്വറിന്റെ വില എന്തായിരുന്നു എന്ന് പരസ്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുകയല്ലേ? പല മാധ്യമ പ്രവർത്തകരും ഇരുന്നിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ഒരുത്തനെയാണല്ലോ തങ്ങൾ എല്ലാ ദിവസവും അന്തിച്ചർച്ചയ്ക്ക് വിളിച്ചിരുത്തിയിട്ട് മാധ്യമ പ്രവർത്തകനെന്നും സാമൂഹിക പ്രവർത്തകനെന്നും സാമൂഹിക നിരീക്ഷകനെന്ന് ഒക്കെ പറഞ്ഞുകൊണ്ട് ഇരുത്തിയെന്നുള്ളത്. പുതിയ പേരുകൾ ഇട്ടിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. രാഹുൽ മാങ്കൂട്ടം എന്ന ഒരു കൊടും ക്രിമിനലിനെ ജയിലറയ്ക്കകത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തെളിവുകളും ഇന്നലെ രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പിൽ നിന്ന് കേരള പോലീസിന് കിട്ടിക്കഴിഞ്ഞു. രാഹുൽ ഈശ്വറിന് രാഹുൽ മാങ്കൂട്ടം അയച്ചു കൊടുത്തിട്ടുള്ള ഒരുപാട് രേഖകളുണ്ട്. രാഹുൽ ഈശ്വർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്, ഞാനും രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ഇപ്പോൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. ഇതിന് മുമ്പ് ഒരു വോയിസ് ക്ലിപ്പ് അദ്ദേഹം എടുത്ത് പുറത്തേക്ക് ഇട്ടിരുന്നു. ഞാൻ ഭയങ്കര ട്രോമയിലാണ്, ഞാൻ പാരസെറ്റമോളും അതോടൊപ്പം തന്നെ സിട്രസിനും കഴിച്ചിട്ടാണ് ഉറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞ ഒരു ഓഡിയോ ക്ലിപ്പ് നമ്മൾ കണ്ടതാണ്. പക്ഷെ നിമിഷങ്ങളൊക്കെ തന്നെ രാഹുൽ ഈശ്വർ ആ ഓഡിയോ ക്ലിപ്പൊക്കെ ഡിലീറ്റ് ചെയ്ത് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിവാഹിതയാണ് ഈ ഇര എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇരയ്ക്കെതിരെയുള്ള ആക്ഷേപവുമായിട്ട് രാഹുൽ ഈശ്വർ രംഗത്ത് വരുന്നു. ഈ രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പിനകത്ത് നിന്ന് ഈ ഇരയായ പെൺകുട്ടിയുടെ വിവാഹ ഫോട്ടോ കിട്ടുന്നു. ഇതിൽ പരം ഒരു തെളിവ് കേരള പോലീസിന് വേറെ എവിടുന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്? ഈ ഫോട്ടോ രാഹുൽ ഈശ്വറിന് അയച്ചു കൊടുത്തതാരാണ്? സന്ദീപ് വാര്യരായിരിക്കും. ഈ സന്ദീപ് വാര്യരുടെ പിന്നിൽ ആരാണ്? അത് രാഹുൽ മാങ്കൂട്ടമാണ്. ഇന്നിപ്പോൾ രാവിലെ തുടങ്ങി സന്ദീപ് വാര്യരെ കാണാനുണ്ടോ? സന്ദീപ് വാര്യരെ കാണാനില്ല. ഒരു കുറ്റകൃത്യത്തില് ഇപ്പോൾ ആരൊക്കെയാണ് പ്രതികളായിട്ടുള്ളത്? സന്ദീപ് വാര്യര്, രാഹുൽ ഈശ്വര്, ഒപ്പം കൊടും ക്രിമിനലായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം. ഇനി രാഹുൽ മാങ്കൂട്ടത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ ചെന്ന് കഴിഞ്ഞാലും, ഇപ്പൊ ഇടതുപക്ഷത്ത് നിന്ന് ഇടതുപക്ഷ എം പിമാരും ഇടതുപക്ഷ നേതാക്കന്മാരും ഒക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ ഒരു എം പിയുടെ വീട്ടിലാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ കഴിയുന്നത്. വ്യക്തമായ തെളിവുകളോ കൃത്യമായ രേഖകളോ കിട്ടാതെ ഈ എം പിയുടെ വീട് റെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിക്കത്തില്ല. കേരള പോലീസിന് സാധിക്കത്തില്ല. വെറുതെ ഒരു എം പിയുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറി ഒരു റെയ്ഡ് അവിടെ നടന്നു കഴിഞ്ഞാൽ അതിനെ ഈ പറഞ്ഞ എം പിയും എം പിയുടെ ഫാൻസ് ഗ്രൂപ്പും കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തും. അത് സിമ്പതി വർക്കൗട്ട് ആക്കും. ഇതൊക്കെ നമ്മൾ വടകരയിൽ കണ്ടതാണ് ഈ കാഴ്ച. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എം പി ഇപ്പൊ സംശയത്തിന് നേരിലാണ്. എം പി 2 ദിവസമായിട്ട് എം പി ഒന്നും പറയുന്നില്ല. എറണാകുളത്ത് നിന്ന് പത്രക്കാരെ കണ്ട് പത്രക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതിനു ശേഷം പിന്നീട് ഈ എം പി ആർക്കും ഒരിടത്തും കാണാൻ സാധിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല അദ്ദേഹം. അപ്പോ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എം പിക്കും ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചെയ്ത കൊടും ക്രൂരതയിൽ പങ്കുണ്ട് എന്നുള്ളതല്ല, അറിവുണ്ടായിരുന്നിട്ടും ഈ ഒരു കൊടും ക്രിമിനലിനെ സംരക്ഷിച്ചതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ എം പിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഒരു കാരണവശാലും പറ്റത്തില്ല. പിന്തിരിപ്പിക്കാൻ പറ്റില്ലായിരുന്നു. പിന്തിരിപ്പിക്കാൻ പറ്റുമായിരുന്നു.
ഉപദേശിക്കാൻ പറ്റുമായിരുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ താങ്കളൊരു ജനപ്രതിനിധിയാണ്, താങ്കൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ മഹത്തായ ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്, ആ പ്രസ്ഥാനത്തിന് ഇതൊരു നാണക്കേടായിട്ട് മാറും. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അയാളോട് പറഞ്ഞു കൊടുക്കാമായിരുന്നു. പക്ഷെ ഇതൊരു കൊടും ക്രിമിനലുമല്ലായിരുന്നു രാഹുൽ മാങ്കൂട്ടം. കാരണം ഇന്ന കാര്യങ്ങൾ ചെയ്താൽ എനിക്കൊരു പ്രശ്നവും വരുന്നില്ല, ഇത്ര മാസത്തിനുള്ളിൽ ഗർഭചിത്രം ചെയ്താൽ നിയമപരമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നവും സംഭവിക്കില്ല. ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട്, അതായത് നിയമത്തിൻ്റെ ലൂപ്ഹോൾസിനെ കൃത്യമായി പഠിച്ച് ഒരു കുറ്റകൃത്യത്തിലേക്ക് പോകുന്ന കേരളത്തിലെ ആദ്യത്തെ കുറ്റവാളിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയേണ്ടി വരും. ഒരു ജനപ്രതിനിധിയാണെന്ന് അയാൾ, ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റും അതിനു മുമ്പ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മറ്റൊരു വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയൊക്കെ ആയിട്ടിരുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്. ആ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു കൊടും ക്രിമിനലിനെ, സൈക്കോപാത്തിനെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? രാഹുൽ മാങ്കൂട്ടം ഉറപ്പായിട്ടും റിമാൻഡിൽ പോയിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന് വേറൊരു ഓപ്ഷൻ ഇല്ല. അതുപോലുള്ളൊരു കൊടും ക്രൂരതയാണ് ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന ഇരയെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട്, ബലാത്സംഗം ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള സയന്റിഫിക്കൽ എവിഡൻസ് കേരളത്തിലെ പോലീസിന് കിട്ടിക്കഴിഞ്ഞു. ഇനി അതിനെ അതിജീവിച്ചുകൊണ്ടുള്ളൊരു മറുവാദം ഉന്നയിക്കാനൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന് സാധിക്കത്തില്ല. കാരണം ഡോക്ടർ കൃത്യമായിട്ട് പറയുന്നു ഈ കുട്ടിക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്, ഡോക്ടർ കൃത്യമായിട്ട് പറയുന്നു ഈ ഗർഭചിത്രം നടന്നിട്ടുണ്ട്, ഡോക്ടർ കൃത്യമായിട്ട് പറയുന്നു ഈ കുട്ടിയുടെ അശാസ്ത്രീയമായ ഈ ഒരു ഭ്രൂണ ഹത്യ കൊണ്ട് ഒരുപക്ഷെ ഈ കുട്ടിയുടെ ജീവൻ തന്നെ പൊരിഞ്ഞു പോകുമായിരുന്നു. ഇത്രയും കാര്യങ്ങൾ വ്യക്തവും കൃത്യവുമായിട്ട് പറയുന്ന സമയത്ത് വിവാഹ വാഗ്ദാനം നൽകി വിവാഹിതയായ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചാൽ അത് പീഡനമാകില്ല, അത് ഇരവാദമാകില്ല എന്നൊക്കെയുള്ള പമ്പര വിഡ്ഢിത്തരം എഴുന്നള്ളിക്കാനായിട്ട് ആരെ കൊണ്ടാ പറ്റുക? ഈ രാഹുൽ ഈശ്വറിനെ കൊണ്ടേ പറ്റത്തുള്ളൂ. രാഹുൽ ഈശ്വർ ഒരു പമ്പര വിഡ്ഢിയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമല്ല, ഒരു കള്ളത്തരം കാണിക്കുന്നു. അതായത് ലാപ്ടോപ്പ് ഇവിടെ ഉണ്ട്, ഞാനത് എടുത്ത് മാറ്റി വെക്കട്ടെ എന്ന് പറഞ്ഞ്, നമ്മൾ ഇതിനു മുമ്പ് 2 ചർച്ചയിൽ ഇത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, എൻ്റെ മൊബൈലിൽ ഞാൻ മാറ്റി വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് ലൈവ് ഇടുന്ന ഒരു പൊട്ടൻ, ഒരു പൊട്ടൻ. ഇയാളെയൊക്കെ വിശ്വസിച്ച രാഹുൽ മാങ്കൂട്ടത്തെ വേണ്ടേ നമ്മൾ സമ്മതിക്കാനായിട്ട്? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ മുതിർന്ന നേതാക്കളെയൊക്കെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇവരുടെ കഥകൾ പുറത്തുവിടുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഈ രാഹുൽ ഈശ്വറിനെയും ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതായിരുന്നു. രാഹുൽ ഈശ്വറിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നൊന്നുമല്ല. രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആളൂർ വക്കീലാണ്. കേരളത്തിലെ സ്ത്രീ പീഡകർക്കുടെ സംരക്ഷകനാണ് ഈ പറഞ്ഞ രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത്. ആർക്ക് വേണമെങ്കിലും ഏത് സ്ത്രീയെയും പീഡിപ്പിക്കാം. അവർക്ക് വേണ്ടി വാദിക്കാൻ, ന്യായവാദം ഉന്നയിക്കാൻ ആരുണ്ടാവും? രാഹുൽ ഈശ്വർ രംഗത്തുണ്ടാവും. പക്ഷേ ഇന്ന് ഈ പീഡകർക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ന്യായീകരിച്ചു മരിച്ച രാഹുൽ ഈശ്വറിനെ ജയിലിൽ പോലും കാണാൻ ആരും ഇല്ലെന്നുള്ളതാണ് സത്യം. ഒടുവിൽ രാഹുൽ ഈശ്വർ തിരിഞ്ഞു നോക്കി. രാഹുൽ ഈശ്വർ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വന്തം ഭാര്യയും മകനും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിനോടുള്ള സ്നേഹവും മകന് തൻ്റെ അച്ഛനോടുള്ള സ്നേഹവും. മറിച്ച് രാഹുൽ ആർക്കൊക്കെ വേണ്ടി വാദിച്ചോ അവരാരും രാഹുലിൻ്റെ കൂട്ടത്തിൽ ഇല്ല, അതായത് രാഹുൽ ഈശ്വറിൻ്റെ കൂട്ടത്തിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും രാഹുൽ ഈശ്വറിനെതിരാണ്. കേരളത്തിലെ പൊതുസമൂഹം രാഹുൽ ഈശ്വറിന് എതിരാണ്. രാഹുൽ മാങ്കൂട്ടത്തെ അന്ധമായി വിശ്വസിക്കുകയും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുറ്റകൃത്യത്തിന്റെ ഭാഗമാകുകയും ചെയ്തിട്ടുള്ള ഏതാനും ചില ആളുകളുടെ സപ്പോർട്ട് മാത്രമാണ് രാഹുൽ ഈശ്വറിനുള്ളത്. മറ്റാരും പിന്തുണയ്ക്കുന്നില്ല രാഹുൽ ഈശ്വറിനെ. രാഹുൽ ഈശ്വർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു വെറുക്കപ്പെട്ടവരായിട്ട് മാറിയിരിക്കുന്നു. ഒരു കാര്യമുണ്ട്, കേരള പോലീസും കേരളത്തിലെ പൊതുസമൂഹവും രാഹുൽ ഈശ്വറിനോട് കടപ്പെട്ടിരിക്കും. എങ്ങനെയാണെന്നറിയോ? ഈ പെൺകുട്ടി, ഇരയായ പെൺകുട്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെ, അതുകൂടാതെ രാഹുൽ മാങ്കൂട്ടവും ഈ രാഹുൽ ഈശ്വറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അതൊരു ഗൂഢാലോചനയാണ്. സന്ദീപ് വാര്യരും രാഹുൽ ഈശ്വരും തമ്മിലുള്ള ടെലിഫോണിക് കോൺവെർസേഷൻ, വാട്സപ്പ് സന്ദേശങ്ങൾ, ഇതൊക്കെ പോലീസ് റിക്കവർ ചെയ്യുന്നേ. ഏത് നമ്പറിൽ നിന്ന് രാഹുൽ ഈശ്വറിന് ആരൊക്കെ മെസ്സേജ് അയച്ചു കൊടുത്തിട്ടുണ്ട്, എന്തെല്ലാം വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇവരെല്ലാം പിടിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഏറ്റവും കൂടുതൽ കുരുക്കിൽ നിന്ന് കുരുക്കിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ രാഹുൽ ഈശ്വരനാണ്. ഇനിയും കോൺഗ്രസ് പാർട്ടിയെ പോലുള്ളൊരു ദേശീയ പ്രസ്ഥാനം ചെയ്യേണ്ടത് ഈ രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ളൊരു സൈക്കോപാത്തിനെ, കൊടും ക്രിമിനലിനെ, ഒരു സെക്ഷൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു മാനസിക രോഗിയെ പിടിച്ച് പുറത്താക്കാനായിട്ട്, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഭാവിയിൽ നേരിടേണ്ടി വരുന്നത് വലിയ വലിയ വെല്ലുവിളികളായിരിക്കും. ഒരു കാര്യം ആലോചിക്കുക, ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഏത് ദൃശ്യമാധ്യമം തുറന്നാലും അവിടെ ആദ്യം എത്തുന്നത് രാഹുൽ മാങ്കൂട്ടം പൊള്ളാച്ചി വഴി കോയമ്പത്തൂരിൽ നിന്ന് പൊള്ളാച്ചി എത്തി, നടിയുടെ കാറിൽ കടന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ്. അതിന് അപ്പുറത്തുള്ള പ്രാദേശികമായിട്ടുള്ള ചർച്ചകൾ
ഓരോ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണ്? പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പുകളുടെ പോലെ തന്നെയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ പ്രാദേശികമായിട്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ. പ്രാദേശികമായിട്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രാദേശികമായിട്ട് അവിടെ നടപ്പിലാക്കേണ്ട വികസന പദ്ധതികളെ കുറിച്ചൊക്കെ ദൃശ്യമാധ്യമങ്ങൾ പോയി ഒപ്പിയെടുത്ത് അത് കേരളത്തിലെ പൊതുസമൂഹത്തിനായി അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരിന് മുമ്പിൽ അവതരിപ്പിക്കേണ്ട വിലപ്പെട്ട സമയമാണ് ഈ രാഹുൽ മാങ്കുട്ടത്തെ പോലെയുള്ള ഒരു സൈക്കോപാത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടി വരുന്നത്. അതിൻ്റെ ഇടയിൽ വേറൊരു വിവാദം കേൾക്കുന്നത്, ഇപ്പൊ ഈ മാങ്കൂട്ടത്തിലിനെ ഇവർക്ക് വേണമെങ്കിൽ പിടിക്കാമായിരുന്നു, കേരള പോലീസിനെ പിടിക്കാമായിരുന്നു. പക്ഷെ കേരള പോലീസ് അത് നീട്ടി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ മസാല ബോണ്ട് ഇഷ്യൂ വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്വർണ്ണപ്പാളി വിഷയം, അതായത് 2 CPM-ന്റെ ഉന്നത നേതാക്കളെയാണ് പിടിച്ചകത്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് വാർത്ത ഡൈവേർട്ട് ചെയ്യാനായിട്ട് പോകുന്ന തരത്തിലുള്ള ഒരു ആരോപണവും വരുന്നു. ഞാൻ കാര്യം പറയട്ടെ, കോൺഗ്രസ് നേതാക്കന്മാർ വിചാരിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി എന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ അതോടുകൂടി ഈ ചർച്ചയുടെ അവസാനിക്കും. എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? ധൈര്യമുണ്ടെങ്കിൽ ചെയ്യട്ടെ. അത് ചെയ്യാത്തതുകൊണ്ടാണ് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഒരു തമാശയായിട്ട് മാത്രമേ കേരളത്തിലെ പൊതുസമൂഹവും പ്രതിപക്ഷം പോലും അത് ഏറ്റുപിടിക്കുന്നില്ല. കേരളത്തിലെ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് പാർട്ടി പോലും അത് ഏറ്റുപിടിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഒരൊറ്റ ദിവസം രാവിലെ KPCC പ്രസിഡന്റ് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്ത പിന്നെ ഇല്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്തയ്ക്ക് പ്രസക്തിയില്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടയുടെ ചർച്ചാ വിഷയമാവത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് ചെയ്യാത്തത്? രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കുന്ന സമയം വരെ ഈ വാർത്തകൾ ഇതേപോലെ തന്നെ എല്ലാ ചാനലുകളിലും പൊയ്ക്കൊണ്ടിരിക്കും. അത് വേണ്ട എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അതിന്റെ ഒരു വിവേചനാധികാരമൊക്കെ കോൺഗ്രസ് പാർട്ടി എടുക്കണമെന്ന്. 6 ദിവസമായി ഒളിവിൽ കഴിയുന്ന ഒരു MLA ഇനിയും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണോ അതോ പുറത്താക്കണോ? സസ്പെൻഷനിലാണ്. പക്ഷെ ഇനി പുറത്താക്കി കഴിഞ്ഞാൽ അതോടെ തീർന്നി പ്രശ്നം. എന്തുകൊണ്ടാണ് പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുക്കാത്തത്? എന്തുകൊണ്ടാണ് പാർട്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുറത്താക്കപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടം ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കന്മാരുടെയൊക്കെ തനിനിറം വിളിച്ചു പറഞ്ഞു വരും. രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഈ പീറച്ചർക്കനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, ആ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഞാനൊരു വാർത്താ സമ്മേളനം നടത്തി കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഈ ചെക്കൻ എന്ന് പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിനെതിരെയുള്ള സോഷ്യൽ മീഡിയ ആക്രമണം അവിടെ അവസാനിച്ചില്ലേ? ഇത് തന്നെയാണ് കാരണം. കോൺഗ്രസ് പാർട്ടി ഇനി എന്ന് പഠിക്കും എന്ന് മാത്രം നോക്കിയാൽ മതി. ഒരു കാര്യം അവസാനമായിട്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ പറ്റും, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ആരൊക്കെ വാദിച്ചാലും രാഹുൽ മാങ്കൂട്ടം റിമാൻഡിൽ പോയിരിക്കും. ഒരു മുൻകൂർ ജാമ്യവും സെഷൻസ് കോടതിയിൽ നിന്ന് ലഭിക്കാൻ പോകുന്നില്ല, ഹൈക്കോടതിയിൽ നിന്ന് ലഭിക്കാൻ പോകുന്നില്ല. ഒരുപക്ഷെ സെഷൻസ് കോടതി നാളെ ജാമ്യം പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തേക്കാം. കേരള പോലീസ് കൃത്യമായ റിപ്പോർട്ടാണ് കോടതിയിൽ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇയാൾ ഒരു കുറ്റവാളിയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് കോടതിയിൽ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനെ അതിജീവിക്കാനുള്ള ശേഷിയൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ തെളിവുകളായിട്ടില്ല. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന തെളിവുകളൊക്കെ ഓൾറെഡി രാഹുൽ ഈശ്വർ കേരള പോലീസിന് ഇന്നലെ നൽകിയിട്ടുണ്ട്. അതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് കൃത്യമായ തീരുമാനമായിട്ടുണ്ട്. രാഹുൽ ഈശ്വറിനെ നമുക്ക് മിനിങ്ങാന്ന് 7 മണിക്ക് ചർച്ചയുണ്ടായിരുന്ന ആളാണ്. ഇനിയൊരു 60 ദിവസത്തിന് ശേഷമുള്ള ഒരു 7 മണിക്ക് ചർച്ചയിൽ കാണാനേ സാധിക്കത്തുള്ളൂ. മിനിമം ഒരു 4 റിമാൻഡെങ്കിലും രാഹുൽ ഈശ്വറിന് ഉണ്ടാവും എന്നാണ് കേരളത്തിലെ ഒരു നിയമവിദഗ്ധരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയാലും വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കണ്ടറിയാം.